അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ക്ലോക്കിലെ സമയം 4:10 ആയാൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? അപ്പോൾ ഒരു ക്ലോക്കിലെ സമയം 4:10 ആയാൽ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം ഏത് സമയം കാണിക്കും? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ, പ്രതിബിംബത്തിൻ്റെ ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സമയം നോക്കുക. സമയം 1-നും 11-നും ഇടയിലാണെങ്കിൽ, 1 മുതൽ 11 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയിലാണെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. 11:60 നിന്നും ഈ തന്നിരിക്കുന്നത് ഏത് സമയമാണോ ആ സമയം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പം -4:10. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇവിടെ 0, 6-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 5, ഇനി 11-ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 7. അപ്പം 7:50 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, സമയം തന്നിരിക്കുന്നത് നോക്കുക. അത് 1-നും 11-നും ഇടയിലുള്ള സമയമാണെങ്കിൽ എന്ത് ചെയ്യുക? 11:60 നിന്നും കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രതിബിംബം ഏത് സമയത്തിലാണ് കാണിക്കുന്നതെന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ചെയ്താലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? 7:50. അപ്പം നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ ഒരു ചോദ്യമാണ്. പക്ഷെ നോക്കിക്കേ, ഒരു ക്ലോക്കിലെ സമയം അതിൻ്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ 6:25 തോന്നുന്നു എങ്കിൽ യഥാർത്ഥ സമയം എത്ര? ഇങ്ങനൊരു ചോദ്യം വന്നാലും നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ എന്ത് ചെയ്താൽ മതി? ഉപയോഗിച്ചാൽ മതി. ഇവിടെ സമയം നോക്കുക. സമയം 1-നും 11-നും ഇടയിലാണോ എന്ന് നോക്കുക. 1-നും 11-നും ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യുക? 11:60 നിന്നും തന്നിരിക്കുന്ന സമയം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ ഇങ്ങോട്ടെടുത്തു 10, 5, ഇവിടെ ബാലൻസ് 5 ആയിരുന്നു. 5-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3. ഇനി ബാക്കി ഇവിടെ 11-ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 11-ൽ നിന്ന് 6 പോയാൽ 5. ഇവിടെ 5:35 നമുക്ക് സമയം കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 5:35 ആണ്. നമ്മുടെ ഒരു ഒന്നാമത്തെ ടൈപ്പാണ്. നമ്മളിതുപോലെ കുറേ ടൈപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന്, മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ 3 നമ്പർ ഇട്ടിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. ചോദ്യം ഇതാണ്. ഒരു ക്ലോക്കിലെ സമയം 3:30 ആകുമ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയാണ്? ഓക്കെ ആണല്ലോ. ഒരു ക്ലോക്കിലെ സമയം 3:30 ആകുമ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയാണ്? അപ്പോൾ ഇതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. അപ്പം നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ക്ലോക്കിലെ സമയം 11:30 ആകുമ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയാണ്? 11:30 ആകുമ്പോൾ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടു, 1 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തിൻ്റെ പ്രതിബിംബം കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സമയത്തിനെ നമ്മൾ എന്ത് ചെയ്തു? 11:60 നിന്നും കുറച്ചു. ഇവിടെ നോക്കിക്കേ, 11:30 ആണ്. അതിനകത്ത് 11-നേക്കാളും കൂടുതലുള്ള സമയമാണ് ആണല്ലോ. അങ്ങനെ 11:01 മുതൽ 12:59 വരെയുള്ള സമയമാണ് തന്നിട്ട് നമ്മളോട് പ്രതിബിംബത്തിൻ്റെ സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 23:60 നിന്നും എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സമയം അങ്ങ് കുറച്ചാൽ മതി. എപ്പോഴാണ്? 11:01 മുതൽ 12:59 വരെയുള്ള സമയത്തിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 23:60 നിന്നും അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ 23:60 മൈനസ് 11:30. നോക്കിക്കേ, 0. 6-ൽ നിന്ന് 3 പോയാൽ 3. ഇനി 3-ൽ നിന്ന് 1 പോയാൽ 2, 2-ൽ നിന്ന് 1 പോയാൽ 1. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 12:30 കിട്ടും. അപ്പോൾ ഇവിടെ പ്രതിബിംബത്തിൻ്റെ സമയം എത്രയാണ്? 12:30 ആണ്. അപ്പോൾ ഇതേ മോഡലുള്ള നമുക്ക് വേറൊരു ചോദ്യം കൂടി എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബം 12:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബം 12:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്ര? എന്ത് ചെയ്താൽ മതി? ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, 23:60 നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇവിടെയും കുറയ്ക്കുക. എത്ര കിട്ടും നമുക്ക്? 12. എത്രയാണ് കുറയ്ക്കേണ്ടത്? ഇവിടുത്തെ സമയം എത്രയാണ്? 12:15 ആണല്ലേ. അപ്പം 12:15 കുറയ്ക്കുക. 10-ൽ നിന്നും 5 പോയി 5. ബാക്കി ഇവിടെ 5 ആണ്. 5-ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 4. ഇവിടെ 3-ൽ നിന്ന് 1 പോയാൽ 1, 2-ൽ നിന്ന് 1 പോയാൽ 1. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 11:45 ആണ് യഥാർത്ഥ സമയം. അപ്പോൾ 11:45 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം തരികയാണ്. ഇതാണ് നിങ്ങളുടെ ചോദ്യം. ഒരു ക്ലോക്കിലെ പ്രതിബിംബം 11:40 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. 6 എന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കൂടി എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ക്ലോക്കിൻ്റെ പ്രതിബിംബം 11:40 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഇതേ മോഡലിൽ തന്നെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിന് അടുത്ത ടൈപ്പുകൾ വരുന്നുണ്ട്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട്